അമ്മ മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു, എൻ്റെ കൂടെ അമ്മയുണ്ട്. അമ്മ ഈശോയും ജാതിയും മതവും നോക്കുന്നില്ല. ഏത് മതത്തിലുള്ളവരായാലും അമ്മയെ ഈശോയെ നെഞ്ചു പൊട്ടി വിളിച്ചാൽ അവർ വിളി കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറച്ച് ബോധ്യപ്പെട്ടു. ഞാൻ അമ്മ മാതാവിൻ്റെ തിരുരൂപം കൊണ്ട് ഇവിടെ ഉടമ്പടി എടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു, ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, പത്രം വിതരണം ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു. അതുപോലെ അതനുസരിച്ച് ഞാൻ അതെല്ലാം ചെയ്തു. അങ്ങനെ ഓരോ മാസവും ധ്യാനത്തിന് വരണമെന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോഴൊന്നും ധ്യാനം കൂടാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഓൺലൈനായിട്ട് ഞാൻ അവിടെ ഇരുന്ന് ധ്യാനം കൂടുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ അമ്മ മാതാവിൻ്റെ ഈ കാശ് രൂപം കൊണ്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ പറഞ്ഞത് ചികിത്സ 1 മാസം വരെ 2 മാസം വരെ ഗുളിക കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് കോളർ ഇട്ട് നോക്കാം, കോളർ ഇട്ടാൽ ഇത് ശരിയാവും എന്ന് പറഞ്ഞു. കോളർ തന്നു. ആ 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ 3ാമത്തെ പ്രാവശ്യം ഞാനിവിടെ വന്ന് ധ്യാനം കൂടാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ധ്യാനം ഇല്ലായിരുന്നു. വന്നപ്പോൾ തന്നെ ഞാൻ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, കോളർ ഞാൻ ഇനി ഉപയോഗിക്കുന്നില്ല. ഈ കോളർ ഇനി ഇടാൻ എന്നെ അനുവദിക്കരുതേ. ഞാൻ ഇന്ന് തൊട്ട് ഈ കോളർ ഉപേക്ഷിക്കുകയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ച് ഈ നടയെ വെച്ച് തന്നെ ആ കോളർ ഉരുവിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അന്ന് മുതൽ എനിക്ക് എൻ്റെ ആ അസുഖം, എനിക്ക് വേദന